ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അറ്റ്മോസ്ഫിയറിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം, ഇത് ഈ കൂടുതലും ജിയോഗ്രാഫികളിൽ കൂടുതലും ക്വസ്റ്റ്യൻ എത്തി വരുന്നതാണ്. എന്നുവെച്ചാൽ ഒരു 30 അല്ലെങ്കിൽ ഒരു 15 ക്വസ്റ്റ്യൻ വരെ ജിയോഗ്രാഫിയിൽ GS പോർഷനിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് അറ്റ്മോസ്ഫിയറിൽ വരുന്ന കുറച്ച് പാർട്ടുകളുണ്ട്, കുറച്ച് ലെയറുണ്ട്. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അപ്പം എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ കാണുന്ന എർത്താണ്. അപ്പം നമ്മൾ നിൽക്കുന്ന എർത്തിൽ നിന്ന് മേപ്പോട്ട് പോകുമ്പം ഓരോരോ ലെയർ വരും. അപ്പം ആദ്യത്തെ നമ്മുടെ പ്ലാനറ്റിലെ ആദ്യത്തെ ലെയറാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രോപ്പോസ്ഫിയറിലും കൂടുതലും നമ്മുടെ പ്ലെയിൻ പറക്കും. നമ്മുടെ പ്ലെയിന്, അതുപോലെ ഹോട്ട് ബലൂണ്, പാരഷൂട്ട്, ഇതെല്ലാം പറക്കാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ 15 ഡിഗ്രി തൊട്ട് -56 ഡിഗ്രി വരെയാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ പോകുന്നത്. അപ്പം നമ്മുടെ ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ ചെയറിൽ നിന്ന് മേപ്പോട്ട് പോകുന്ന വെച്ചാൽ ഹൈറ്റിൽ പോകുന്ന വെർട്ടിക്കലിൽ പോകുന്ന ഒരു 12 കിലോമീറ്റർ റേഞ്ച് വരെ ട്രോപ്പോസ്ഫിയറിൻ്റെ റേഞ്ച് ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പം അത് കഴിഞ്ഞ് വരുന്നതാണ് നമ്മുടെ സ്ട്രാറ്റോസ്ഫിയർ വരുന്നത്. ഈ സ്ട്രാറ്റോസ്ഫിയറിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഓസോൺ ലെയർ കാണപ്പെടുന്ന ഈ ഭാഗത്താണ്. നമ്മളിവിടെയാണ് കൂടുതലും നമ്മുടെ ഈ ഏറ്റവും കൂടുതലും ടെമ്പറേച്ചർ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ തണുപ്പ് ഏറ്റവും കൂടുതൽ ഒരു -56 ഡിഗ്രിക്ക് ഇതിലുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ അത് കഴിഞ്ഞ് വരുന്നതാണ് നമ്മുടെ മെസോസ്ഫിയർ പറയുന്നത്. ഇതിൽ കൂടുതൽ നമുക്ക് കാണുന്നത് ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ മെറ്ററോളജിക്കൽ റോക്കറ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ക്ലൈമറ്റിനെ കുറിച്ച് അറിയാനുള്ള നമ്മൾ കുറച്ച് റോക്കറ്റ് നമ്മൾ സെൻഡ് ചെയ്യും, നമ്മൾ എർത്തിൽ നിന്ന് തന്നെ. അപ്പം അത് കൂടുതലും അവിടെയാണ് എപ്പോഴും കാണപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മുടെ ഔട്ടർ സർഫേസിൽ നിന്ന് വരുന്ന ആസ്ട്രോയിഡ്സും കൂടുതലും ഈ ഭാഗത്ത് വരുമ്പോഴാണ് ബേൺ ഔട്ട് പോകുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം ഏതെങ്കിലും ഒരു സ്റ്റാർ ബ്ലാസ്റ്റ് ആണെന്ന് വെച്ചോ, നമ്മുടെ പ്ലാനറ്റിലോട്ട് ഏതെങ്കിലും ഒരു ആസ്ട്രോയിഡ് അതോ പതിക്കുവാണെങ്കിൽ ഈ കാണുന്ന എല്ലാ ലെയറും കഴിഞ്ഞായിരിക്കും അത് എർത്തിൽ വന്ന് വീഴുന്നത്. പക്ഷേ അതിൻ്റെ സൈസ് ഭയങ്കര ഒരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഒരു അപ്രോക്സിമേറ്റ്ലി നമുക്കൊരു 2000 സ്ക്വയർ ഫീറ്റൊക്കെ ആയിരിക്കും അതിൻ്റെ ഒരു വിടുത്ത് വരുന്നത്. അപ്പം ആ സമയത്ത് ഈ മെസോസ്ഫിയറിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വരുന്ന എല്ലാ ആസ്ട്രോയിഡിനും ഇത് മൊത്തത്തിൽ അങ്ങ് പൊട്ടിക്കും. എന്നുവെച്ചാൽ അത്രയ്ക്ക് ഇതിലുള്ള പവർ ആ ലെയറെ പ്രത്യേകത. അപ്പം എല്ലാം വരുന്ന ഈ വരുന്ന ആസ്ട്രോയിഡ് ഇത് മാക്സിമം അതിനെ ബേൺ ഔട്ട് ആക്കും അതിനെ. അപ്പോൾ അത് പെട്ടെന്ന് കത്തിത്തിരിഞ്ഞ് അത് കൊച്ചു പാർട്ടികളായിട്ട് നമ്മുടെ എർത്തിൽ വന്ന് വീഴും. പിന്നെ വരുന്നതാണ് തെർമോസ്ഫിയർ. ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതലും ചൂട് കാണുന്നത്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഏരിയയിലാണ് നമ്മുടെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ കാണുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഏരിയയിലാണ് ഏറ്റവും കൂടുതലും തണുപ്പും ചൂടും കാണുന്ന ഏരിയ ആണത്. പിന്നെ അത് കഴിഞ്ഞ് വരുന്നതാണ് എക്സോസ്ഫിയർ എന്ന് പറയുന്നത് നമ്മൾ. അപ്പം ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വെച്ചാൽ നമ്മൾ ഇപ്പം പഠിച്ച എല്ലാ ലെയറിനെക്കാട്ടി ഹയസ്റ്റ് വാല്യൂ ഓഫ് ഹീറ്റ് അപ്പിയർ ഇൻ ദിസ് പോയിന്റ്. എന്നുവെച്ചാൽ 1200 ഡിഗ്രി പവറുള്ള സ്ഥലമാണിത്. വെച്ചാൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഇപ്പം ഏതൊരു വ്യക്തി അവിടുന്ന് ഫ്രീ ഫോൾ ആയിട്ട് താഴെ വരുവാണെങ്കിൽ തന്നെ ആ ആൾ അവിടെ തന്നെ കത്തിപ്പോവും. അപ്പം ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ നമുക്ക് ചൂട് കാണപ്പെടുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ മേപ്പോട്ട് പോവുകയാണെങ്കിൽ പിന്നെ ഒരു ബ്ലാങ്ക് പോലെ ആയിരിക്കും. വെച്ചാൽ ഭയങ്കര സ്പേസിൻ്റെ ഒരു ഔട്ടർ സർഫേസ് ആയിരിക്കും. പിന്നെ നമ്മൾ കാണുന്ന സ്പേസ് അത് പിന്നെ ഒരു ഇൻഫിനിറ്റി. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് പിന്നെ ലൈറ്റ് സ്പീഡുള്ള ഒരു മെഷീൻ നമുക്ക് ട്രാവൽ ചെയ്യേണ്ടി വരും. ഓക്കെ, നമുക്കിനി താഴെ നോക്കാം എങ്ങനെയൊക്കെയാണ് അത് സംഭവം ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച പോലെ തന്നെ ഇതിൽ കുറച്ച് ലെയറുണ്ട്: ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ. അപ്പം ഇതിൻ്റെ റേഞ്ച് വരുന്നതാണ് 10 കിലോമീറ്റർ, 30 കിലോമീറ്റർ, 50 കിലോമീറ്റർ, പിന്നെ 400 അങ്ങനെ മേപ്പോട്ട് പിന്നെ ഒരു ഇൻഫിനിറ്റി വഴി അങ്ങ് പോയിക്കൊണ്ടിരിക്കും. പിന്നെ നമുക്ക് ഇതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻ നോക്കാം എങ്ങനെയൊക്കെയാണ് വരുന്നതിനകത്ത്. അപ്പോൾ നോക്കാം, വാട്ട് പ്രൊട്ടക്ട്സ് ദി എർത്ത് ഫ്രം ദ അൾട്രാ വയലറ്റ് റേഡിയേഷൻ ഓഫ് ദ സൺ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ
സണ്ണിൽ നിന്ന് വരുന്നത് കൂടുതലും അൾട്രാ വയലറ്റായുള്ള റേസാണ്. അപ്പം ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മുടെ എർത്തിന് ഒരു കവറുണ്ട്, എന്നുവെച്ചാൽ ഒരു ഫിൽറ്റർ പോലെ ഒരു കവറുണ്ട് നമ്മുടെ എർത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പം ഇതിൻ്റെ ആൻസർ വരുന്നതാണ് ഓസോൺ വരുന്നത്. ഓസോൺ ലെയറാണ് കൂടുതലും നമ്മുടെ എർത്തിനെ ഈ UV റേഡിയേഷനിൽ നിന്ന് ഹെൽപ്പ് ചെയ്യുന്നത്, അത് കുറയ്ക്കാനുള്ള സംഭവം. അപ്പം ഓസോൺ ലെയറാണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. ഓക്കെ, പിന്നെ അതിന് വരുന്നതാണ് മാക്സിമം എമൗണ്ട് ഓഫ് ഗ്യാസ് ഫൗണ്ട് ഇൻ ദി എയർ ഈസ്. ഏറ്റവും കൂടുതലും ഗ്യാസ് കാണപ്പെടുന്ന എയറിൽ ഏതായിരിക്കും അത്? നമുക്കറിയാം നമ്മുടെ ഈ എർത്തിൻ്റെ മാക്സിമം കമ്പോഷൻ നോക്കുന്ന സമയത്ത് ഇപ്പം നമ്മുടെ എർത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ഗ്യാസാണ് നൈട്രജൻ. നൈട്രജൻ എമൗണ്ട് ഒരു 72% വരെ നമ്മുടെ എർത്തിൽ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ നൈട്രജൻ ആണ്. ഇതും സെയിം തന്നെയാണ്, വേറെ ക്വസ്റ്റ്യൻ ആണ്. ദി ഓസോൺ ലെയർ ഷീൽഡ് ദി സർഫേസ് ഓഫ് ദ എർത്ത് ഫ്രം ഡാഷ് കമ്മിങ് ഫ്രം ദ സൺ. നമ്മൾ പഠിച്ച പോലെ തന്നെ അൾട്രാ വയലറ്റ് റേഡിയേഷനാണ് കൂടുതലും നമ്മുടെ ഓസോൺ ലെയർ ഷീൽഡ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ 1 ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. അതുപോലെ സെക്കൻഡ് പറഞ്ഞു വെച്ചാൽ ഇൻ മെസോസ്ഫിയർ ടെമ്പറേച്ചർ ഡിക്രീസ് വിത്ത് ഓൾട്ടിറ്റ്യൂഡ്. അപ്പം ഈ സെക്കൻഡ് പറയുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് അത് പ്രോപ്പറായിട്ട് നോക്കുകയാണെങ്കിൽ വെച്ചാൽ അവർ പറഞ്ഞാൽ അവിടെ തണുപ്പായിരിക്കും എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ ഡിക്രീസ് ആവും, വെച്ചാൽ മൈനസ് ആവും. അപ്പം ഇത് ഈ പറഞ്ഞത് ശരിയാണ്. ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ ഈസ് റെക്കോർഡഡ് ഇൻ ദി അപ്പർ പാർട്ട് ഓഫ് ദി മെസോസ്ഫിയർ. അപ്പോൾ ഈ മെസോസ്ഫിയറിൻ്റെ മേളിൽ കാണുന്ന ഏതാണ്? അവിടെ വരുന്നതാണ് തെർമോസ്ഫിയർ വരുന്നത്, ആ ഭാഗത്ത്. ഓക്കെ, അപ്പം ഈ അപ്പർ അവർ പറയുന്ന ഏറ്റവും ലോവസ്റ്റ്, പക്ഷെ അങ്ങനെയല്ലല്ലോ, എന്ന് വെച്ചാൽ ഈ മെസോസ്ഫിയറിന് മേളിൽ വരുന്നത് ചൂടാണ്, അവർ പറയുന്നത് ലോവസ്റ്റ്. അപ്പം ഈ തേർഡ് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ഓക്കെ, സോ ഇത് വരുന്നത് ഫസ്റ്റ് സെക്കൻഡാണ് സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റാണ്. ഓക്കെ, സോ ഇതിൻ്റെ ഓപ്ഷൻ എ ആണ്. 1 and 2 ആണ് ഇതിൻ്റെ പ്രോപ്പർ ആൻസർ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ എർത്തിൻ്റെ കുറച്ച് പാർട്ടാണ്, പക്ഷേ നമ്മുടെ എർത്തിൻ്റെ ഇൻറ്റീരിയറൊക്കെ നോക്കാൻ പോകുന്നത്. അപ്പം ഇതിൽ വരാൻ പോകുന്നതാണ് കുറച്ച് നമ്മുടെ എർത്തിന് കുറച്ച് ലെയറുണ്ട്. ഇപ്പം നമ്മൾ ഈ ഇരിക്കുന്ന ഭൂമിയിൽ നമ്മളിരിക്കുന്ന ഒരു ക്രസ്റ്റിൻ്റെ മേളിലാണ് നമ്മളിരിക്കുന്നത്. അപ്പം നമ്മുടെ എർത്തിനെ നമ്മളൊരു 3 രീതി നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുവാണ്. അതാണ് ക്രസ്റ്റ്, മെൻ്റൽ, കോർ എന്ന് പറയും. അപ്പോൾ ഈ ക്രസ്റ്റ്, മെൻ്റൽ, കോറിന് കുറച്ച് ഡിവിഷനുണ്ട്. അപ്പർ ക്രസ്റ്റ് ഉണ്ട്, ലോവർ ക്രസ്റ്റ് ഉണ്ട്, അപ്പർ മെൻ്റലുണ്ട്, ലോവർ മെൻ്റലും ഉണ്ട്. അപ്പോൾ അങ്ങനെ പല പല ഭാഗമുണ്ട്. ഈ നമ്മുടെ എർത്തിനകത്ത് വരുന്നതാണ് മാഗ്മയുണ്ട്. സോ നമുക്ക് ഇനി അപ്പോൾ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് ഇനി പണ്ട് ഇതുപോലെ നമ്മുടെ എർത്തിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാൻ വേണ്ടി പണ്ട് റഷ്യയിലൊരു സംഭവം ചെയ്തായിരുന്നു. അതായിരുന്നു ഈ കാണുന്ന കോല സൂപ്പർ ഡീപ്പ് ബോറോ ഹോൾ എന്ന് പറഞ്ഞത്. ഈ റഷ്യക്കാർ ആ സമയത്ത് നമ്മുടെ എർത്തി നമുക്ക് എത്ര കുഴിക്കാൻ പറ്റും, എത്രയാണ് എർത്തിൻ്റെ വെച്ചാൽ ഡൗൺവാർഡിലുള്ള മീറ്റർ മെഷർ ചെയ്യാൻ വേണ്ടി അവരൊരു സംഭവം ചെയ്തായിരുന്നു. അപ്പോൾ അതായിരുന്നു ഈ കോള അതിൻ്റെ സ്ഥലപ്പേരാണ് കോള സൂപ്പർ ഡീപ്പ് എന്ന് പറഞ്ഞത്. ഈ സ്ഥലപ്പേര് കോള എന്നാണ്. അപ്പം അതൊരു ഡ്രില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവരെന്താണെന്ന് വെച്ചാൽ ഈ കണ്ടില്ലേ ഇവിടെ ഈ നമ്മുടെ ബോർവെല്ലില്ലേ അതുപോലെ അവർ കുഴിച്ചത്, ഒരു പൈപ്പിട്ട് കുഴിച്ചു. അപ്പം ഇവിടെ ഒരു ഏറ്റവും കൂടുതൽ അവർ കണ്ടുപിടിച്ചത് അവർ വെറും 12 കിലോമീറ്ററേ പോയില്ല. 12 കിലോമീറ്ററും 262 മീറ്റർ വരെ പോയിട്ടുള്ളായിരുന്നു. അതിൽക്കുള്ളവർക്ക് പോകാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ അതിന് മുമ്പേ ആ സമയത്ത് എന്ന് വെച്ചാൽ ഈ ഒരു 12,262 മീറ്റർ ആയപ്പോൾ തന്നെ അത് കഴിഞ്ഞ് അവർക്ക് കുഴിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ആ സമയത്ത് അവർ യൂസ് ചെയ്ത മെഷീൻ വരെ വെച്ചാൽ അത് വർക്കാവുന്നില്ല. എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ നമ്മളിപ്പം എർത്തിനടിയിൽ പോകുമ്പം ചൂട് കൂടുക, പക്ഷേ നമ്മൾ എർത്തിൽ നിന്ന് നമ്മൾ പുറത്ത് പോവുകയാണെങ്കിൽ നമ്മുടെ ചൂട് കുറയുക, അങ്ങനെ തണുപ്പായി വരും. നമ്മുടെ എർത്തിനകത്ത് നമുക്ക് കൂടുതലും ചൂടാണ് അനുഭവപ്പെടുന്നത് നമ്മൾ താപ്പോട്ട് പോകുന്ന സമയത്ത്. അപ്പം അതുപോലെ ഇവരും ഇങ്ങനെ താപ്പോട്ട് പോയി മെഷീൻ അവർ മാക്സിമം അവർ ട്രൈ ചെയ്തു, പക്ഷേ പറ്റില്ല അവർക്ക്. അവർ കുഴിച്ച് പോയ സമയത്ത് അവരുടെ മെഷീൻ വരെ കേടായി ചൂട് കാരണം. ഭയങ്കര മെഷീൻ വരെ മെൽറ്റ് ആവുക അത്രയും. അപ്പോൾ ഈ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ മൗണ്ട് എവറസ്റ്റ്.
8.9 കിലോമീറ്റർ ഹൈറ്റാണ് ഇതിൻ്റെ. ബുർജ് ഖലീഫ കണ്ടില്ല ഇവിടേക്ക് വന്ന് 0.8 കിലോമീറ്റർ ഹൈറ്റ്. അപ്പോൾ ഈ കാണുന്നതാണ് അവർ കുഴിച്ചത് കോല സൂപ്പർ ഡീപ്പ് ബോറോ ഹോൾ. കണ്ടില്ലേ, 12.3 കിലോമീറ്റർ ഡീപ്പ്. ഇതിൽ കൂടെ അവർക്ക് കുഴിക്കാൻ പറ്റില്ല വെച്ചാൽ അവർക്ക് അറിയാം എന്നുവെച്ചാൽ പിന്നെ പോകാൻ കുറച്ച് പാടാണ് വെച്ചാൽ അവിടെ കഴിഞ്ഞ് അവർക്ക് പോകാൻ പറ്റില്ലായിരുന്നു. കണ്ടില്ല മറീന ട്രെഞ്ച്. അപ്പം ഈ മറീന ട്രെഞ്ചിനെ കാട്ടി അവർ കൂടുതൽ ഒരു ഡീപ്പ് ഒരു കുഴിച്ചു. ഇവിടെ 10 കിലോമീറ്റർ, ഇവിടെ 12 കിലോമീറ്റർ, 2 കിലോമീറ്റർ ഡിഫറൻസ് ഉണ്ടാവും. പിന്നെയാണ് നോക്കാൻ പോകുന്നത്. ഇതും കുറച്ച് ക്വസ്റ്റ്യനാണ് എന്നുവെച്ചാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ റീസൺ ഡ്യൂ ടു ദ വിച്ച് ദ വിൻഡ് ഇൻ സൗത്തേൺ ഹെമിസ്ഫിയർ ഈസ് ഡിഫ്ലക്റ്റഡ് ടുവാർഡ്സ് ദി ലെഫ്റ്റ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്ലോബിൽ, നമ്മുടെ എർത്തിൽ കുറച്ച് ഫിനോമിനയുണ്ട്. ആ ഫിനോമിനയാണ് ഡിഫ്ലക്ഷൻ എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മുടെ ഈ എർത്തിലെ സദേൺ പാർട്ടിൽ നിന്ന് വരുന്ന വിൻഡ് അത് എപ്പോഴും ലെഫ്റ്റിൽ പോകും. അതുപോലെ ഈ നോർത്തേൺ വരുന്ന വിൻഡുകൾ അത് റൈറ്റിൽ പോകും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ വിൻഡിൻ്റെ ഡയറക്ഷൻ കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഈ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എർത്ത് കറങ്ങുന്ന രീതിയുണ്ട്. അപ്പം അതീ പറഞ്ഞ പേരാണ് നമ്മൾ കോർലെസ് ഫോഴ്സ് എന്ന് പറയും. എന്താണ് ഈ കോർലെസ് ഫോഴ്സ്? ഈ എർത്തിൻ്റെ ഒരു മൂവ്മെൻ്റ് ഉണ്ട്. ആ മൂവ്മെൻറ്റിൻ്റെ കാരണമാണ് ഈ കോർലെസ് ഫോഴ്സ് ജനറേറ്റ് ആവുന്നത്. അപ്പം എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ചെറിയ ഇരിക്കുവാണ്, പക്ഷേ ഇപ്പോഴും നമ്മുടെ എർത്ത് മൂവ്മെൻ്റാണ്. അപ്പം ആ എർത്തിൻ്റെ സ്പീഡ് പക്ഷെ ഞാൻ ഫീൽ ആവുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ എർത്ത് കറങ്ങുന്ന സമയത്ത് തന്നെ ഇപ്പം ഞാനിപ്പോൾ ഈ ചെറിയ ഇരിക്കുക, എർത്ത് കറങ്ങുക. ഇപ്പം നിങ്ങൾ ആരും സ്പേസിൽ പോയി നോക്കുമ്പോൾ ഈ എർത്ത് കിടന്ന് കറങ്ങാം, പക്ഷെ ഞാനിവിടെ ഇരിക്കുക, എനിക്കൊരു കുഴപ്പമില്ല. നമ്മൾ ആലോചിക്കുക, നമ്മളിപ്പോൾ ഒരു 40 km/h സ്പീഡ് നമ്മൾ പോകുമ്പം ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് വീഴുമ്പം നമ്മൾ തെറിച്ച് വീഴും. പക്ഷേ അതിനെക്കാട്ടി 25 times സ്പീഡാണ് നമ്മുടെ എർത്തിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഞാൻ വീഴുന്നില്ല. അപ്പോൾ എന്താ കാരണം എന്ന് വെച്ചാൽ ഈ കോർലെസ് ഫോഴ്സ് മൂവ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ അറ്റ്മോസ്ഫിയറും ട്രാവലാവും. അപ്പം ഞാനിപ്പോൾ ഈ ചെറിയ ഇരിക്കുന്ന സമയത്ത് ഈ എർത്ത് കറങ്ങുന്ന സമയത്ത് എൻ്റെ റേഞ്ചിൽ വരുന്ന ഒരു 100 km റേഞ്ച് വരുന്ന ഏരിയ മൊത്തവും ഒന്നിച്ച് കറങ്ങുക. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് ഡിഫ്ലക്ഷൻ എന്നെ എഫക്റ്റ് ചെയ്തില്ല. പക്ഷേ ഈ വിൻഡിന് മാസ് കുറവാണ്, അതുകൊണ്ട് അത് ഡിഫ്ലക്റ്റ് ആവും. അപ്പോൾ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണിക്കുക, ഞാൻ ഈ കണ്ടില്ല, ഇത് സൗത്ത്, ഇത് നോർത്താണ്. ഓക്കെ, അപ്പം ഈ കാണുന്ന നമ്മുടെ ഇക്വേറ്ററാണ്. ഓക്കെ, ഇവിടെ ട്രോപ്പിക്കൽ, ഇവിടെയും ട്രോപ്പിക്കൽ. ഓക്കെ, അപ്പം ഈ കാണുന്ന ട്രോപ്പിക്കൽ നോർത്താണ്, ഇത് ട്രോപ്പിക്കൽ സൗത്തുമാണ്. ഓക്കെ, അപ്പം ഈ കാണുന്ന ഇക്വേറ്റർ ഫുൾ ടൈം ഇത് കാമായിരിക്കും. കാം എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ എപ്പോഴും ശാന്തമായ ഒരു ഏരിയ ആയിരിക്കും ഇത്. ഈ ഭാഗത്തൂടെ നമ്മൾ ബോട്ടോ ഷിപ്പ് വല്ലതും ഓടിക്കുവാണെങ്കിൽ അത് ഒരു പ്രോപ്പറായിട്ടുള്ള നമുക്ക് സ്പീഡ് കിട്ടത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇക്വേറ്ററിൽ ഏറ്റവും കൂടുതൽ നമുക്കറിയാം നമ്മുടെ എർത്ത് ടിൽട്ടാണ്, എന്നുവെച്ചാൽ ഒന്ന് തിരിഞ്ഞിരിക്കുക. ആ സമയത്ത് ടിൽറ്റ് കാരണം നമ്മുടെ എർത്ത് ടിൽറ്റ് ആയതുകൊണ്ട് ഈ ഇക്വേറ്റർ ഭാഗത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ ഒരു വർഷത്തിൽ മൊത്തവും തവണയും ഇക്വേറ്ററിൽ ചൂട് എപ്പോഴും കാണും, കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ കാണും. അപ്പം ആ സമയം പറയട്ടെ, ഇപ്പോൾ ഒരു റീജിയനിൽ ഞാനൊരു ഹൈ ടെമ്പറേച്ചർ ഞാൻ ചൂട് കൊടുക്കുകയാണെങ്കിൽ തന്നെ ആ ഭാഗത്തെ എല്ലാ ഇവാപ്പറേഷനും വൃത്തിക്ക് ആയിരിക്കും. അപ്പം ഞാൻ ഈ ഇക്വേറ്ററിൽ റീജിയനിൽ വരുന്ന സ്ഥലത്ത് ആ ഭാഗത്ത് കൂടുതൽ ചൂട് പോകുന്ന സമയത്ത് എന്നുവെച്ചാൽ സൂര്യന് ഇപ്പം ഈ ഭാഗത്ത് ഇപ്പം സൂര്യൻ വിചാരിച്ചോ, അപ്പോൾ ആ സൂര്യൻ്റെ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഇങ്ങനെ. ഓക്കെ, ഇത് കിടന്ന് കറങ്ങുക. ആ സമയത്ത് കിടന്ന് കറങ്ങുമല്ലേ, ഈ ഭാഗം മൊത്തം കിടന്ന് കറങ്ങുമല്ലേ. അപ്പം ഈ ഭാഗത്ത് ചൂട് കാരണം അവിടുത്തെ എല്ലാ മോളിക്യൂൾസും മേപ്പോട്ട് ഇവാപ്പറേറ്റ് ആവും.
ആ സമയത്ത് എല്ലാം പാർട്ടിക്കിൾസും എല്ലാം കാണുന്ന ചൂടും മേപ്പോട്ട് ഇവപ്പെടുന്ന സമയത്ത് ആ സ്ഥലത്ത് ലോ പ്രഷർ ജനറേറ്റ് ആവും. ഓക്കെ, അതുകൊണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഈ നമ്മുടെ ഈ സൗത്തിൽ വരുന്ന വിൻഡ് താഴേന്ന് മേപ്പോട്ട് പോകും. പക്ഷേ അത് പയ്യെ ടിൽട്ടാവും ലെഫ്റ്റിലോട്ട്. ഞാൻ പറഞ്ഞില്ല, അത് കോർലെസ് ഫോഴ്സാണ്. അപ്പം കാരണം വെച്ചാൽ നമ്മുടെ എർത്ത് ഫുൾ ടൈം വെസ്റ്റ് ടു ഈസ്റ്റാണ് എർത്ത് കടന്ന് കറങ്ങുന്നത്. അപ്പം ഈ കാണുന്നത് ഈസ്റ്റ്, ഈ കാണുന്നതാണ് വെസ്റ്റ്. നമ്മുടെ എർത്ത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ എർത്ത് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിൽ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഞാൻ പറയാം. അപ്പം ഈ നോർത്തിൽ വരുന്ന വിൻഡ് ഇതിപ്പം ഈ എർത്ത് അങ്ങോട്ട് കറങ്ങുക, ഈ എർത്ത് ലെഫ്റ്റിൽ കറങ്ങുക. അപ്പം ഈ വരുന്ന വിൻഡ് അങ്ങോട്ട് പോകും, ഇവിടെ നിന്ന് വരുന്ന വിൻഡും അങ്ങോട്ട് പോകും. ഓക്കെ, അപ്പോൾ അതാണ് കോർലെസ് ഫോഴ്സിൻ്റെ കോൺസെപ്റ്റ് പറയുന്നത്. അപ്പം ഇതൊരു ക്വസ്റ്റ്യൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദി അറ്റ്മോസ്ഫിയർ ഈസ് കറക്റ്റ്. അപ്പം ഈ കൊടുത്തേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് അറ്റ്മോസ്ഫിയറിന് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കറക്റ്റ് ഏതാണെന്ന്. ഓക്കെ, അപ്പം നമുക്കറിയാം ഈ കൊടുത്ത ഓപ്ഷനിൽ സെക്കൻഡ് ഓപ്ഷൻ നോക്കുമ്പം അതിൽ കാണുന്നത് ഇത് അറ്റ്മോസ്ഫിയർ ഹാസ് നോ ഡെഫിനറ്റ് അപ്പർ ലിമിറ്റ്. അപ്പം ഈ കാണുന്ന ഓപ്ഷൻ 2 ആണ് എൻ്റെ കറക്റ്റ് ആൻസർ നമ്മൾ നോക്കുമ്പോൾ. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ അറ്റ്മോസ്ഫിയർ ഇപ്പം നമുക്ക് പറയാൻ പറ്റും ട്രോപ്പോസ്ഫിയർ ഇത്ര റീജിയനുള്ളൂ, സ്ട്രാറ്റോസ്ഫിയർ ഇത്ര റീജിയനുള്ളൂ. പക്ഷേ നമുക്കൊരു ഡെഫിനറ്റ് അപ്പർ ലിമിറ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല. വെച്ചാൽ നമ്മുടെ എവിടെ ഞാൻ പറഞ്ഞില്ലേ, ഈ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ, ഈ എല്ലാം ലെയറിന് ഉൾപ്പെടുന്ന ഈക്വൽ ടു ആണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ. പക്ഷെ നമുക്ക് ഒരിക്കലും ഈ എല്ലാം ലെയറിന് വരുന്ന ഒരു ബോക്സാണ് അറ്റ്മോസ്ഫിയർ. അപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിൻ്റെ ലിമിറ്റ് എവിടെ വരെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം ഓപ്ഷൻ 2 ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ദർ ഇസ് നോ ഡെഫിനറ്റ് അപ്പർ ലിമിറ്റ് ഫോർ ദി അറ്റ്മോസ്ഫിയർ. ഓക്കെ, പിന്നെ ഈ വീഡിയോയിൽ ഞാൻ ഇതൊക്കെയാണ് ഉൾപ്പെടുത്തിയത്. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും എന്തൊക്കെയാണ് നമ്മുടെ ഞാൻ പറഞ്ഞില്ലെന്നോ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എർത്തിൻ്റെ ലാൻഡ് ഫോമിനെ കുറിച്ച് നമുക്ക് പഠിക്കണം. ഇതിന് കുറച്ച് വീഡിയോ ഞാൻ കൊണ്ടുവന്നുണ്ട്. ഈ ലാൻഡ് ഫോമിനെ കുറിച്ച് എന്തൊക്കെയാണ് വോൾക്കാനോ, അതുപോലെ നമ്മുടെ ഡ്രിഫ്റ്റ് തിയറി എന്തൊക്കെയാണ് പറയുന്നത്, അതൊക്കെ നമുക്ക് പഠിക്കാം നമുക്ക് അടുത്ത വീഡിയോയിൽ. ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്.